മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ചുംബിക്കുമായിരുന്നു. ഏതൊരു യാത്ര റസൂലുള്ള പോവുകയാണെങ്കിലും ഫാത്തിമ ബീവിയുടെ വീട്ടിൽ കയറും, ഫാത്തിമ ബീവിയെ ചുംബിക്കും. യാത്ര തിരിച്ചു വന്നാലും എന്റെ പ്രിയപ്പെട്ട മോളെ ഒന്ന് ചുംബിക്കും. എന്താ ആ സ്നേഹ പ്രകടനമായിരുന്നു അത്. സ്നേഹം മനസ്സിൽ ഒതുക്കിയാ പോരാ. അങ്ങനെ ചില വാപ്പാരങ്ങനെ, ചില ഉമ്മാരങ്ങനെ. ഞാൻ എന്റെ കുട്ടീന്റെ മുമ്പിൽ വലിയ ഗൗരവത്തിലാ നിൽക്കൽ. എന്താ കുട്ടീന്റെ മുമ്പിൽ ഞാൻ ഗൗരവം കുറഞ്ഞു പോയാലേ കുട്ടികൾ നാശായി പോവും. നിന്റെ ആ തിയറി തെറ്റാ. നിന്റെ മക്കളുടെ മുമ്പിൽ നീ സിംഹത്തെ പോലെ നിൽക്കരുത്. നിന്റെ മക്കളുടെ മുമ്പിൽ നീ നരിയാവാൻ പാടില്ല. നിന്റെ മക്കളുടെ മുമ്പിൽ ദുന്യാവിലെ ഏറ്റവും വലിയ സ്നേഹനിധിയാവണം വാപ്പയും ഉമ്മയും എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നമുക്കറിയോ എത്രയോ യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയ പുണ്യ നബിയെ കുറിച്ച് എഴുതി വെച്ചത്. ജീവിതത്തിൽ തന്റെ മക്കളെയോ മക്കളെയോ ഒരു തവണ അടിച്ചിട്ട് പോലുമില്ല. ഞാൻ ഇവിടുന്ന് ചോദിക്കുകയാണ്, മക്കളെ അടിക്കാത്തവരാ കയ്യു വെക്കി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങളോട് പ്രസംഗിക്കുന്ന ആള് പോലും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ ലോകത്ത് തുല്യതയില്ലാത്ത മഹൽ വ്യക്തിത്വങ്ങളായ മക്കളെ വാർത്തെടുത്ത നബിയാണ്. ഒരിക്കൽ പോലും അടിച്ചിട്ടില്ല. സ്നേഹം ഒരിക്കൽ പേരമകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി ഹുസൈനെ മാടി വിളിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു വല്ലിപ്പാനെ കണ്ട ഓടി വന്നു. കുഞ്ഞുമോനെ എടുത്തു പൊക്കിയിട്ട് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുമ്മ ഹാദാ ഇബ്നി ഹുസൈൻ, പടച്ചോൻ ഇതെന്റെ മോനെ എന്റെ മകൻ ഹുസൈനാണ്. ഉഹിബ്ബുഹു ഫഹിബ്ബ, ഞാൻ അവനെ സ്നേഹിക്കുന്നുള്ളത് കൊണ്ട് നീ അവനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ട് ഫഖബ്ബലഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കവളത്ത് റസൂലുള്ളാഹി ചുംബനമർപ്പിച്ചു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ സ്വഹാബികൾക്ക് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോ സുജൂദിലേക്ക് റസൂലുള്ളാഹി പോണത് നോക്കി നിൽക്കും. ഈ കുഞ്ഞുമക്കൾ സുജൂദിക്ക് പോണത് നോക്കിക്കും. സുജൂദിലേക്ക് റസൂൽ പോയാ 2 കുട്ടികൾ ഓടി വരും. ഹസനും ഹുസൈനും ഓടി വന്നിട്ടോ റസൂലുള്ളാഹിന്റെ പെരടിയിൽ കയറിയിരിക്കും. എന്നിട്ടോ സ്വഹാബികൾ രേഖപ്പെടുത്താണ്, കാന യുതീലു സുജൂദ്. ആ കുഞ്ഞുമക്കൾ റസൂലുള്ളാഹിന്റെ പരടിയിൽ കയറിയിരുന്നാൽ റസൂലുള്ളാഹി എഴുന്നേറ്റ് പോകുന്നവരെ സുജൂദ് ദീർഘിപ്പിക്കും. എഴുന്നേറ്റ് പോകുന്നില്ല എന്ന് കണ്ടാൽ റസൂലുള്ളാഹി എടുത്തു വെക്കും, എന്നിട്ട് തലപൊക്കുമായിരുന്നു. നമ്മളോ നിസ്കരിക്കണ നിസ്കാരപ്പായേക്ക് നമ്മളെ കുട്ടി എന്നെ ചവിട്ടിയാൽ മതി, ഇപ്പോ ഇബ്ലീസാണ്. പിന്നെ ആ പായ കൊണ്ടുപോയി കഴുകുന്നത് നായ തൊട്ടതിനേക്കാളും വലിയ ആവേശത്തോടെയാണ്. ഉമ്മ, കുട്ടിക്ക് നിങ്ങളോട്, നിങ്ങളുടെ മനസ്സിലെ ആ കുട്ടിക്ക് വെറുപ്പ് തോന്നാൻ കുഞ്ഞുമോളാണെങ്കിലും ചെറിയ ഹൃദയത്തിന്റെ ഉടമയാണെങ്കിലും അതിലപ്പുറം വേറെ എന്ത് പെരുമാറ്റം വേണം? പുണ്യ നബി നിസ്കരിക്കുമ്പോ പെരടിയിൽ കയറിക്കാം. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ നിസ്കരിക്കുമ്പോൾ ആ കളി എന്ന് ചോദിച്ചാൽ അടിച്ചു പോലുമില്ല പുണ്യ നബി സല്ലല്ലാഹു. കുട്ടികൾ മനസ്സിലാക്കാൻ പ്രായമായിട്ടില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് ചുംബിക്കുമായിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ ചുംബിക്കുകയാണ്. ആ സമയത്ത് മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ റസൂലുള്ളാഹി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ ചുംബിക്കുമ്പോ കടന്നു വന്നു അന്നൽ അഖറ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന സഹാബി അബ്സറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ചുംബിക്കുന്നത് കണ്ടു. അൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഫഖാല, അപ്പോൾ അഖറ എന്ന് പറയുന്ന ഈ സ്വഹാബി പറഞ്ഞു, ഇന്നലി അശറതം മിനൽ വലദ്, എനിക്ക് 10 കുട്ടികളുണ്ട്. മാ ഖബ്ബൽതു വാഹിദം മിൻഹും, അവരിൽ ഒരാളെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ മക്കളെ ചുംബിക്കാറില്ല എന്ന്, ഞാൻ എൻ്റെ മക്കളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാറില്ല എന്ന് ആ സ്വഹാബി പറഞ്ഞപ്പോഴാ പുണ്യ നബി പറഞ്ഞത്, ഫഖാല ലിന്നാസ്, ജനങ്ങളോട് പറഞ്ഞു, അല്ലാ യർഹം ലാ യുർഹം, കരുണ ചെയ്യാത്തവന് കരുണ കിട്ടില്ല. മക്കളോട് കരുണ കാണിക്കാത്തവൻ അള്ളാഹുവിന്റെ കരുണ കിട്ടൂല. മക്കളോട് സ്നേഹം കാണിക്കാത്തവന് റബ്ബിന്റെ സ്നേഹമില്ല. ആ സ്നേഹം മനസ്സിൽ ഒതുക്കിയാ പോരാ, മക്കളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണേ. ആ പ്രകടനത്തിന്റെ ഭാഗമാണ് മക്കളെ ചുംബിക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് പ്രായം വരെ? ഒരാൾക്ക് 32 വയസ്സുള്ള മോനുണ്ട്. അത് മോനല്ലേ? മിണ്ടത് മോനല്ലേ? മോനാണ്. ചുംബിക്കണോ? ചുംബിക്കണം എന്ന് അറബിൽ ചുംബിക്കണില്ലെങ്കിൽ വാപ്പയും മക്കളും തമ്മിൽ ആരാ അങ്ങനെ ചുംബിക്കാൻ? വിശുദ്ധ ഇസ്ലാം മാതാപിതാക്കളും മക്കളും തമ്മിൽ ചുംബനം കൈമാറണം.